ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. Hi, Sensei. Hi. Is the record and is it okay? Okay. And I'll be posting this on YouTube as a case study. Is that okay? Okay. നിങ്ങളുടെ പേര് പറയണ്ട. You don't have to tell where you are, location ഒന്നും പറയേണ്ട ആവശ്യമില്ല. Okay, please tell me what is that you want to achieve within the 15 minutes time. Sensei, നമുക്ക് ഈ സെൽഫ് അഫർമേഷൻസ് നമ്മുടെ വിഷൻ ബോർഡും തമ്മിലുള്ള ബന്ധം, സെൽഫ് അഫർമേഷൻ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവോ, അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ്? നമ്പർ 1, എവിടെ നിന്നാണ് നിങ്ങൾ ഈ സെൽഫ് അഫർമേഷനെ കുറിച്ച് പഠിച്ചത്? ഞാൻ ജസ്റ്റ് യൂട്യൂബിലൊക്കെ നേരത്തെ സെർച്ച് ചെയ്തപ്പോൾ സെൽഫ് അഫർമേഷൻ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നൊക്കെ ജസ്റ്റ് കണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഈ വിഷൻ ബോർഡിനെ കുറിച്ചിട്ടോ? വിഷൻ ബോർഡ് സെൻസയുടെ വീഡിയോസിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളത് രാവിലെ എണീറ്റ് നമ്മൾ അങ്ങനെ അതിനെപ്പറ്റി പറയാറില്ല, നമ്മളത് ജസ്റ്റ് നോക്കുക, മനസ്സിലാക്കുക, അങ്ങനെയുള്ളൂ. സെൽഫ് അഫർമേഷൻസ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളിങ്ങനെ നമ്മളെ പറ്റി നമ്മൾ അതാവണം, ഇങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് രണ്ടും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ലെറ്റ്സ് ലുക്ക് അറ്റ് അഫർമേഷൻ. അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്യൂട്ടേഷൻ ഈസ് ദ മദർ ഓഫ് ഓൾ സ്കിൽസ്. അത് ഞാൻ പഠിച്ച ടോണി റോബിൻസിലിരുന്ന. അത് നമ്മളൊരു കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലിരിക്കും, അല്ലേ? ശരിയല്ലേ? നിങ്ങൾ ചെറുപ്പത്തിൽ എത്ര വയസ്സായി? നിങ്ങൾ പേരൊന്നും പറയണ്ടേ? ഇപ്പം എത്ര വയസ്സായി? ഏകദേശം 46. നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഒരു പദ്യം ഓർമ്മ ഉണ്ടോ? ചെറുതായിട്ടൊക്കെ. ഒരു ലൈന്, 2 ലൈന്, അങ്ങനെ മെമ്മറി പൗട്ടാണ്. ഏതെങ്കിലും? ഇല്ല, വരുന്നില്ല. ഓക്കെ, ഏതെങ്കിലും ടീച്ചറുടെ പേര് ഓർമ്മ ഉണ്ടോ? ഖദീജ ടീച്ചർ. വേറൊരു ടീച്ചറുടെ പേര് ഓർമ്മ ഉണ്ടോ? മാത്യു സാറ്. ഒരു ടീച്ചറും കൂടെ പേര് ഓർമ്മ ഉണ്ടോ? ഗോപി സാറ്. കാരണം ആ ടീച്ചർമാരെ നിങ്ങൾ കണ്ട് ഇതുവരെ നിങ്ങൾ ഇപ്പം പ്രതീക്ഷിച്ചു ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ പോകണമെന്നുള്ളത്? നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഞാൻ ഈ ചോദ്യം ചോദിക്കും, നിങ്ങൾ ടീച്ചറെ കുറിച്ച് ചോദിക്കും? ഇല്ല. പക്ഷെ പെട്ടെന്ന് വന്നില്ലേ? അതെ. കാരണം നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ വ്യക്തിനെ കാണുകയും ഈ വ്യക്തിനെ സംസാരിക്കുകയും ഈ വ്യക്തിന്റെ പേര് ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, ശരിയല്ലേ? അതെ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞ്. ഇപ്പൊ നിങ്ങൾ ക്ലാസ് റൂമിൽ 40 കുട്ടികളെന്ന് വിചാരിക്കാം. ഈ 40 കുട്ടികളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം നിങ്ങൾ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിന്റെ പേര് ഇപ്പൊ നിങ്ങൾ പറയും. എന്തായത് ക്ലോസസ്റ്റ് ഫ്രണ്ട്? കണ്ടോ? എന്താ കാരണം വെച്ചാൽ നിങ്ങൾ ഒരുപാട് അത് റിപ്പീറ്റ് ചെയ്തിട്ട് ആ വ്യക്തിനായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ആശയം ഇങ്ങോട്ട് പോകാന്നൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ പേര് മറക്കാൻ പോകുന്നില്ല, ശരിയല്ലേ? അഫർമേഷനും അത് തന്നെയാണ്. അഫർമേഷൻ എന്ന് വെച്ചാൽ ഒരു കാര്യം പല പ്രാവശ്യം പറഞ്ഞിട്ട് അത് നമ്മളെ തലയിൽ ഉറപ്പിക്കുക എന്നുള്ള. അതായത് ഇതാണ് എനിക്ക് കിട്ടേണ്ടത്, ഇതാണ് എനിക്ക് നേടാൻ ഇത് അത് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഓർക്കേണ്ടത് പോസിറ്റീവായിട്ട് വേണം പറയാൻ. അതായത് ചിലർ പറഞ്ഞിട്ടല്ലോ പഞ്ചസാര കൊണ്ടുവരാൻ മറക്കരുതെന്ന് പറഞ്ഞതും പഞ്ചസാര കൊണ്ടുവരാൻ ഓർക്കണം എന്ന് പറഞ്ഞതും വ്യത്യാസം ഉണ്ടോ? എന്താണ് വ്യത്യാസം? ഓർക്കണം എന്നുള്ളത് പോസിറ്റീവ്, മറക്കരുത് എന്ന് പറയുന്നതിനകത്ത് നെഗറ്റീവ്. എക്സാക്ട്ലി. അപ്പൊ മറക്കരുതെന്നുള്ള ആ നെഗറ്റീവ് വേർഡ് ബ്രെയിനിന് അറിയില്ല. അത് അപ്പൊ മറന്നിട്ടേ ആള് വരുള്ളൂ. അപ്പം ഒരു ഹസ്ബൻഡ് പുറത്തേക്ക് പോകുമ്പം ഭാര്യ പുറത്തുനിന്ന് ബാക്കിൽ നിന്ന് പറയാൻ നിങ്ങൾ പഞ്ചസാര കൊണ്ടുവരാൻ മറക്കരുതെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആ വ്യക്തി മറന്നിട്ട് വരാണെങ്കിൽ ആരെ കുറ്റം പറയണം? കൊണ്ടുവരാത്ത ഹസ്ബൻഡിനാണോ കുറ്റം പറയേണ്ടത്, അല്ലെങ്കിൽ മറക്കരുതെന്ന് പറഞ്ഞ ഭാര്യയാണോ കുറ്റം പറയേണ്ടത്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ കമാൻഡ് നമുക്ക് മനസ്സിൽ കൊടുക്കുമ്പോൾ അത് പോസിറ്റീവ് കമാൻഡ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഗുണമുണ്ടോ? ഗുണമുണ്ട്. ഗുണമുണ്ട്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ അഫോം ചെയ്യുമ്പോൾ അഫോം എന്ന് വെച്ചാൽ അത് സ്ട്രോങ് ആക്കുക എന്നുള്ള. അത് സ്ട്രോങ് ആക്കി കൊണ്ടുവരാണെങ്കിൽ അത് വളരെ നല്ല. ഇപ്പം ഞാനിപ്പോൾ മൊബൈൽ ഓഫാണ്, അല്ല എനിക്ക് കാണിച്ചു തരായിരുന്നു എൻ്റെ ഒരു അഫർമേഷൻ്റെ ഇതിൻ്റെ ഇത് എനിക്ക് കാണിച്ചു തരായിരുന്നു. സോ എങ്ങനെ നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാന്നുള്ളത്, ഐ ആം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങല്. ഓക്കെ. സോ അഫർമേഷൻ നല്ലതാണ്,
പ്രാക്ടീസ് ചെയ്യുക. അത് ചെയ്യുമ്പം പോസിറ്റീവ് ആക്കുക. അത് കൂടാതെ പ്രസന്റ് ടെൻസിൽ വേണം പറയാൻ. അതായത് ഇപ്പോൾ നടക്കുന്ന പോലെ വേണം പറയാൻ. എല്ലാം നടക്കുന്നുള്ള രീതിയിലല്ല, അതായത് ഇപ്പം നടക്കുന്ന രീതിയിൽ. അപ്പം ചിലർ ചോദിക്കും അത് കളവല്ലേ. ഓക്കെ, ആം എ മില്യണർ, ചിലരൊക്കെ എഴുതി വെക്കും ആം എ മില്യണർ എന്നൊക്കെ എഴുതി, ഞാൻ കോടിപതി എന്നൊക്കെ എഴുതി വെക്കും. അപ്പം അത് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം വരും, ഞാൻ കോടിപതി ഒന്നും അല്ലല്ലോ, പിന്നെ എന്താണ് ഞാൻ ഈ കോടിപതി എന്ന് പറഞ്ഞിട്ട് വെറുതെ കളവ് പറഞ്ഞത്. അപ്പം അതിനു വേണ്ടി ഐ എം ഡൂയിങ് ദ ബെസ്റ്റ് ടു ബിക്കം എ മില്യണർ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ പറയേണ്ടത്. ഞാൻ അതിലേക്കുള്ള ആ ഒരു മില്യണർ ആവാനുള്ള എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ മില്യണറിൻ്റെ ആക്ഷനാണ്, അത് അലൈൻ ചെയ്ത് നിങ്ങൾ പറയുമ്പോൾ അത് സത്യമാണ്, അല്ലാതെ കളവ് പറയാൻ പാടില്ല. ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് എന്നൊക്കെ ചിലർ പറയും, അതിലും വിശ്വസിക്കുന്ന വ്യക്തിയല്ല ഞാൻ കേട്ടോ. ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്, അതായത് ഫേക്ക് ഉണ്ടാകുന്ന അതല്ല. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് എടുത്തേ മതിയോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. കിട്ടാൻ ചാൻസ് വെച്ചാൽ വർക്ക് ചെയ്യണം കേട്ടോ. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ വന്നത് സീക്രട്ട് എന്ന് പറഞ്ഞ മൂവി വന്നതിന് ശേഷം. ആ സീക്രട്ട് എന്ന് പറഞ്ഞ മൂവി വന്നു, പിന്നെ അതിൻ്റെ ബുക്കുകളൊക്കെ വന്നു. അതിൽ അഫർമേഷനെ കുറിച്ചിട്ടും അത് കൂടാതെ മാനിഫെസ്റ്റേഷനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആക്ഷനെ കുറിച്ച് അവിടെ പറയുന്നില്ല. നമ്മൾ എന്ത് തന്നെ അഫേം ചെയ്താലും അതിൻ്റെ ബാക്കിൽ ആക്ഷൻ ഉണ്ട്, ശരിയല്ലേ? നിങ്ങൾക്ക് ഞാൻ ഈ 100 മീറ്റർ റേസിൽ വിജയിക്കും, ഞാനാണ് വിജയി എന്നൊക്കെ നിങ്ങൾ 1000 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നുണ്ടോ? ആക്ഷൻ എടുത്താലല്ലേ വിജയിക്കുള്ളൂ, ശരിയല്ലേ? അത് ഒരു സ്റ്റേറ്റ് ലെവലാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ട് കാര്യമില്ല, സ്റ്റേറ്റ് ലെവലിൽ ആയിട്ടുള്ള കോച്ചസ് പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് ചാമ്പ്യൻ ആവാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു നാഷണൽ ലെവലിലാണെങ്കിൽ നാഷണൽ ലെവൽ കോച്ച് പഠിപ്പിച്ചാലല്ലേ നിങ്ങൾക്ക് അതിൽ ചാമ്പ്യൻ ആവാൻ പറ്റുള്ളൂ. ഒളിമ്പിക്സ് പോകണമെങ്കിൽ ഒളിമ്പിക്സ് ലെവലിലെ കോച്ച് പഠിപ്പിച്ചാലല്ലേ നിങ്ങൾക്ക് അത് ചാമ്പ്യൻ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഗോള് മാത്രം കണ്ടിട്ടും ഈ അഫർമേഷൻ ചെയ്തിട്ടും കാര്യമില്ല, അതിനുള്ള തക്കതായിട്ടുള്ള ആക്ഷന് നിങ്ങൾ എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇതൊക്കെ അലൈൻ ചെയ്ത് വരുള്ളൂ. അല്ലാതെ നമ്മൾ അഫർമേഷനും അല്ലാതെ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. മാനിഫെസ്റ്റേഷനൊക്കെ നല്ലതാണ്, ബട്ട് അതിൻ്റെ ഒപ്പം ആക്ഷൻ ഉണ്ടായേ മതിയാവും. ഓക്കെ, ഈ അഫർമേഷൻ ചെയ്താൽ മാനിഫെസ്റ്റേഷൻ ചെയ്തതിന് ശേഷം അത് യൂണിവേഴ്സിലേക്ക് കൊടുത്താൽ വിട്ടാൽ അത് ആവും എന്നൊക്കെ പറയും. അത് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഓക്കെ, ചിലർ അത് പറയണ്ടാവും, എനിക്കറിയില്ല എത്രത്തോളം സത്യമാണ്, ഞാൻ വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ ഇത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ യൂണിവേഴ്സിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് എനിക്കറിയില്ല ഏതാണ് യൂണിവേഴ്സ് എന്ന പോലും എനിക്കറിയില്ല. യൂണിവേഴ്സിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അത് ശരിയായിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന വ്യക്തിയല്ല ഞാൻ. ഓക്കെ, ഇതിന് നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയാം, LOA എന്നൊക്കെ പറയാം. അപ്പം അതിലേക്ക് ഞാൻ പോകണില്ല. പക്ഷേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് മാത്രം കിട്ടുമെന്ന് വിശ്വസിക്കുന്നില്ല, അതേപോലെ അഫർമേഷൻ ചെയ്തിട്ട് മാത്രം കിട്ടുമെന്ന് വിശ്വസിക്കുന്നില്ല. 2, നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ പറഞ്ഞത് വിഷൻ ബോർഡിനെ കുറിച്ചിട്ടുള്ള. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഡ്രീം നിങ്ങൾ എഴുതി വെക്കുക, അല്ലെങ്കിൽ അത് പിക്ചറൈസ് ചെയ്ത് വെക്കുക എന്നുള്ള. അത് നിങ്ങൾക്ക് ബോർഡിലാവാം, എൻ്റെ ബെഡ്റൂമിലുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ടേബിളിൻ്റെ മേലെ ഗ്ലാസിൻ്റെ മേലെയുണ്ട്, എൻ്റെ വിഷൻ ബോർഡുണ്ട്. അത് എന്താ വെച്ചാൽ നമ്മൾ ഒരു പിക്ചർ ഫോർമാറ്റിൽ അത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബോർഡാണത്. പിന്നെ അപ്പം നിങ്ങളെ മനസ്സിൽ എനിക്ക് വായിക്കാൻ പറ്റുമോ? എനിക്ക് നിങ്ങളെ മനസ്സ് വായിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഡ്രീം എന്താണെന്ന് എനിക്ക് വായിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ ഡ്രീമാണ് നിങ്ങൾ പുറത്തേക്ക് ഒരു ചിത്രത്തിൻ്റെ രൂപത്തിൽ പ്രിന്റ് ചെയ്യേണ്ടത്, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇതാണ് എൻ്റെ വീട്, ഇങ്ങനത്തെ വീടാണ് എനിക്ക് വേണ്ടത്, ഇങ്ങനത്തെ ബോഡിയാണ് എനിക്ക് വേണ്ടത്, ഇങ്ങനത്തെ റിലീജിയസ് പ്ലേസാണ് എനിക്ക് പോകേണ്ടത്, ഇങ്ങനത്തെ ഫാമിലിയാണ് വേണ്ടത്. അതിനനുസരിച്ച് നല്ല നല്ല പിക്ചേഴ്സ് നിങ്ങൾ ഗൂഗിൾ ഇമേജസ്ന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്രീ പിക്ക് എവിടുന്ന് എടുത്തിട്ട് അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ വിഷൻ ബോർഡ് എന്ന് പറയാം. ആ വിഷൻ ബോർഡ് എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും അത് വെക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പം പറഞ്ഞു എൻ്റെ ടേബിളിൻ്റെ താഴെ ഉണ്ട്, അതുകൂടാതെ എൻ്റെ ബെഡ്റൂമിലുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊന്ന് ഓർമ്മപ്പെടുത്തലാണത്, മനസ്സിലായി? നമ്മളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതാണ് കേട്ടോ ഡ്രീം എന്ന് മാറിപ്പോയിരുന്നുള്ള ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന അതായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എനിക്ക് ഈ പിങ്ക് ഷർട്ട് ഉണ്ടല്ലോ, ഇപ്പോഴല്ല, ഞാൻ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലൈറ്റ് പിങ്ക് ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ വൈഫ് പറയും പിങ്കാണ് കേട്ടോ ഇനി വാങ്ങിക്കരുത്. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ പിങ്കേ കാണുള്ളൂ. മനസ്സിലായി നിങ്ങൾക്ക്?
ഓക്കെ. ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പിങ്ക് ഷർട്ടേ കാണുള്ളൂ, മറ്റേ ഷർട്ടുകളൊന്നും എനിക്ക് കാണൂല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. പിങ്ക് പോയി അങ്ങനത്തെ പിങ്കുകൾ മാത്രമേ ഞാൻ വാങ്ങിക്കുള്ളൂ. ചിലർ പറയും ലേഡീസ് കളറാന്നൊക്കെ, ഫെമിനിൻ കളറാന്നൊക്കെ പറയും, പക്ഷെ ജെൻസിനും നല്ലതാണ്. അപ്പം ഞാൻ പോയി വാങ്ങിക്കുമ്പോൾ പിങ്ക് അങ്ങനത്തെ പിങ്ക് കുറേ വന്നു എനിക്ക്. വായ്, കാരണം അത് മാത്രമാണ് അട്രാക്ട് ചെയ്യേണ്ടത്. യു ഗോട്ട് ഇറ്റ്. സോ നിങ്ങൾ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ. നിങ്ങൾ റിമൈൻഡ് ചെയ്തിട്ട് അത് ദിസ് ഇസ് യുവർ ഡ്രീം എന്ന് റിമൈൻഡ് ചെയ്യുക. അപ്പം നല്ലതാണോ? രണ്ടും നല്ലതാണ്. നിങ്ങൾ ചോദിച്ച രണ്ടും നല്ലതാണ്, പക്ഷെ രണ്ടിൻ്റെ ബാക്കിലൊരു സാധനമുണ്ട്, അതിനെന്താ പറയുക? ആക്ഷൻ. ആക്ഷൻ ഇല്ലാതെ രണ്ടും നടക്കാൻ പോകില്ല. Did you get some sort of clarity? Sure, 100% clarity. All right. Happy? Happy, very happy. Thank you, sir. Thank you very much. Let's move on to the next caller, please.